ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കഫ്താൻ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 57 ഇഞ്ചും അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 32 ഇഞ്ചുമാണ്. ഇനി നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ ക്ലോത്ത് ഇതുപോലെ നിവർത്തിയതിന് ശേഷം തേരുവശം ഒരുമിച്ച് പിടിച്ച് 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം കറക്റ്റായിട്ട് നമുക്കിതൊന്ന് 4ആയിട്ട് ഫോൾഡ് വശം നമ്മുടെ സൈഡിലേക്ക് വരത്തക്ക വിധത്തിൽ വേണം ക്ലോത്ത് ഇടുവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിതുപോലെ ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ വശം ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ ഫോൾഡ് വശം നമ്മുടെ സൈഡിലേക്ക് വരത്തക്ക വിധത്തിലാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് നൈറ്റിയുടെ ലെങ്ത്ത് മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്നും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം മാർക്കിംഗ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് 54 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 56 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ക്ലോത്ത് നമുക്ക് ഈ നൈറ്റിക്ക് വള്ളിയായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഈ കഫ്താൻ നൈറ്റിക്ക് സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എത്ര വിഡ്ത്തുണ്ടോ അത്രയും വിഡ്ത്ത് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്ക് ക്യാൻവാസ് ഷീറ്റിലാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നൈറ്റിയിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നില്ല. ഇനി മുകളിൽ നിന്നും നമ്മുടെ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 8 ഇഞ്ചിലാണ്, നൈറ്റി ആയതുകൊണ്ട് 8 ഇഞ്ചിലാണ് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതവിടെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ 40 ചെസ്റ്റ് സൈസിൻ്റെ ഒരു നൈറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ 40/4 10 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 12 ഒരു മാർക്കിംഗ് ചെയ്യുക. ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ക്ലോത്തിൻ്റെ വിഡ്ത്ത് എത്രയാണോ വരുന്നത് അതവിടെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ് ബാലൻസ് വരുന്നത്. അപ്പോൾ ആ 4 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലോത്തിൻ്റെ വിഡ്ത്ത് കൂടുതലുണ്ടെങ്കിൽ അതെത്രയാണോ അതവിടെ അത് മാർക്ക് ചെയ്തെടുക്കുക. ആ മാർക്കിംഗ് നമ്മൾ നൈറ്റിയുടെ താഴ്ഭാഗം വരെ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇതൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. ഇപ്പോൾ ഈ നൈറ്റിയുടെ താഴെ നിന്നും ഒരു 8 ഇഞ്ച് വരെ മാർക്കിംഗ് ഇത് അടയാളപ്പെടുത്തിയാൽ മതി. അതിനുശേഷം താഴെ നിന്നും ഒരു 2.5 മാർക്കിംഗ് അടയാളപ്പെടുത്തുക. അത് നമ്മൾ ഈ നൈറ്റിയുടെ ക്ലോത്തിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്ക് ഒരു മാർക്കിംഗ് ചെയ്തിട്ട് അതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അതൊരു യു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആം ഹോൾ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് അവിടെ കൂടി മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മെഷർമെൻറ്റ് നമ്മൾ നൈറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് പല മെത്തേഡിൽ കഫ്താൻ നൈറ്റി ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ സെൻറ്ററിൽ വള്ളി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ നൈറ്റി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ നിന്നും ഒരു 14.5 ഒരു മാർക്കിംഗ് ചെയ്തിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഈ മെഷർമെൻറ്റ് നൈറ്റിയുടെ ഉൾഭാഗത്താണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ റൈറ്റ് സൈഡ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ 4 ഇഞ്ച് നമ്മൾ ഈ മാർക്കിംഗ് ചെയ്ത അവിടെ നിന്നും 1 ഇഞ്ച് വിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ മെഷർമെൻറ്റ് നമ്മൾ നൈറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിലും ഒന്ന് വരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ നൈറ്റി ക്ലോത്ത് ഒന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ആ മാർക്കിങ്ങിൻ്റെ മേൽ കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ഒന്നുകൂടി ഡാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് സൈഡിലും വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിതിൻ്റെ മേൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡാർക്ക് ചെയ്ത് വരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ നൈറ്റി വീണ്ടും 4ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ താഴ്ഭാഗത്ത് ഒരു 2.5 ഇഞ്ച് മേളിലേക്ക് കയറ്റി വരച്ചിരുന്നു. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ താഴ്ഭാഗം തൂങ്ങിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല വശത്ത് ഒരു മാർക്കിംഗ് ചെയ്തെടുത്തിരുന്നു. അത് നമ്മൾ നൈറ്റിയുടെ ഉൾഭാഗത്ത് വരച്ചെടുക്കേണ്ടതാണ്. കാരണം നമ്മൾ നൈറ്റിയുടെ ഉൾഭാഗത്താണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും നൈറ്റി ഇതുപോലെ ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിടുക ഉൾഭാഗത്ത്. അതിനുശേഷം മുകളിൽ നിന്നും 14.5 ഒരു മാർക്കിംഗ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. അപ്പോൾ ഈ മാർക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ 4 ഇഞ്ച് വിട്ട് അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. അത് 2 സൈഡിലും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കേണ്ടതാണ്.
അപ്പോൾ ഞാൻ നൈറ്റിയുടെ രണ്ട് ഭാഗത്തും ഇതുപോലെ 14.5 മാർക്കിംഗ് ചെയ്തിട്ട് അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നൈറ്റിയുടെ മെഷർമെൻ്റ് എല്ലാം കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനാണ് മെഷർമെൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് ഷീറ്റ് എടുക്കുക. അതിൻ്റെ ലെങ്ത്ത് വരുന്ന 14 ഇഞ്ചും അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്ന 8 ഇഞ്ചുമാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കഫ്താൻ നൈറ്റിക്ക് വേണ്ടിയിട്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒരുമിച്ചാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ സെൻറ്റർ ഒന്ന് ഒരു ലൈൻ വരച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ലൈനിൻ്റെ രണ്ട് വശവും ബാക്ക് വശവും ഫ്രണ്ട് വശവുമായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ആ ലൈനിൽ നിന്ന് ഒരു 3 ഇഞ്ചിൻ്റെയാണ് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. അതിനുശേഷം ഫ്രണ്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ് ഒരു 6 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുത്തിട്ട് അതൊരു ലൈൻ വരച്ച് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് ഒരു 4.5 മാർക്കിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 4.5 മാർക്കിംഗ് ചെയ്യുക. അതും ഇതുപോലെ തന്നെ ഒരു ബോക്സ് വരച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ആ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു നെക്ക് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നെക്കിൻ്റെ ഡിസൈനാണ് വരയ്ക്കുന്നത്. ബാക്കിൽ നമ്മൾ വെറുതെ യു നെക്കാണ് കൊടുക്കുന്നത്. അതിനുശേഷം ആ ലൈനിൻ്റെ വെളിയിലായിട്ട് 1 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തിട്ട് അത് ഇതുപോലെ തന്നെ ഒന്ന് ബോക്സ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്നുകൂടി ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ചെറുതായിട്ടൊരു കട്ട് കൊടുത്തിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ വേണം കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയരുത്. അപ്പോൾ ബാക്ക് വശവും ഫ്രണ്ട് വശവും നമുക്കിതുപോലെ തന്നെ ഒരുമിച്ച് കിട്ടുന്നതായിരിക്കും. നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ക്ലോത്തിലേക്ക് നമുക്കിതുപോലെ അയൺ ചെയ്ത് വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ 4 വശവും നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ നൈറ്റി എടുക്കുക. നൈറ്റി എടുത്തിട്ട് അതൊന്ന് നിവർത്തിയിടുക. അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നെക്കിൻ്റെ ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലോത്തും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ നൈറ്റിയുടെ ക്ലോത്ത് ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് സെൻറ്റർ പോയിൻ്റ് ഈ നെക്കിൻ്റെ സെൻറ്റർ പോയിൻറ്റുമായിട്ട് വെച്ച് പിന്നപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചുറ്റിനും ഒന്ന് പിന്നപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഈ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വലിച്ചു പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യാതെ നോർമലായിട്ട് ഇത് ചുറ്റിനും നമുക്കിതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ നെക്കിൻ്റെ ഭാഗം ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് ചെറുതായിട്ടൊരു കട്ട് കൊടുക്കുക. അതിനുശേഷം അത് ചുറ്റിനും നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തെ ക്ലോത്ത് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം ഈ കോർണറുകളൊക്കെ നമുക്ക് ചെറുതായിട്ടൊരു കട്ട് മാർക്ക് കൊടുക്കുക. അതിൻ്റെ അത് ഉള്ളിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉള്ളിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം ചുറ്റിനും ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ വള്ളിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുക്കുക. അപ്പോൾ ഒരു 1.5 ഇഞ്ചിൽ വീതിയുള്ള ഒരു ക്ലോത്ത് എടുക്കുക. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് ഈ നമ്മൾ വരച്ചിട്ടേക്കുന്ന എത്രയാണോ ആ മെഷർമെൻറ്റിലാണ് അതിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പം അതുപോലത്തെ 2 ക്ലോത്താണ് എടുക്കേണ്ടത്. എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ലൈനിലേക്ക് വെച്ചിട്ട് ആ ലൈനിൽ നിന്നും താഴത്തേക്ക് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. 2 വശത്തും ഇതുപോലെ ആ ലൈനിൽ നിന്നും താഴ്ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വരയിട്ട് കൊടുത്ത ആ ലൈനിൽ നിന്നും 1 ഇഞ്ച് മാറ്റി വേണം നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ എൻഡിലെത്തുമ്പോൾ അത് വീണ്ടും മുകളിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കാരണം അതിൽ ഈ വള്ളി ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് വേണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ള് 4 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. 2 വശം മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു വശം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ മറ്റേ വശവും ഇതുപോലെ ഈ ലൈനിൽ വെച്ചിട്ട് ഇതിൻ്റെ താഴത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 സൈഡും. അപ്പോൾ ഈ നൈറ്റിയുടെ 2 സൈഡും ഞാൻ ഇതുപോലെ വള്ളിയിടുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉൾഭാഗത്ത് മാത്രമേ ഈ ക്ലോത്ത് കാണുകയുള്ളൂ. വെളിയിൽ നമുക്ക് ഈ സ്റ്റിച്ച് മാത്രമേ കാണുകയുള്ളൂ. ഇനി നമുക്കൊരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നൈറ്റിയുടെ സെയിം ക്ലോത്തിൽ ഞാനൊരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 52 ഇഞ്ച് ലെങ്ത് ഉള്ളൊരു ക്ലോത്താണ് ഇത് എടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വീതിയുള്ളൊരു ക്ലോത്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ 2 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അത് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് താഴത്തെ ഭാഗത്തായിട്ട് ഒരു ടസൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അത് ഒരു സ്ക്വയർ പീസ് എടുത്തതിന് ശേഷം ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഇതുപോലെ വള്ളിയുടെ 2 വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക.
അപ്പോൾ ഞാൻ ഇതിന് വള്ളിയും വെച്ച് ഇനി നമുക്ക് അതിൻ്റെ വള്ളി ഇടുന്നതിന് വേണ്ടിയിട്ടൊരു കട്ട് മാർക്ക് കൊടുക്കണം. അപ്പോൾ ഈ നെക്കിൻ്റെ നേരെ സെൻട്രലായിട്ട് നെക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് നേരെ സെൻട്രലായിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ പോർഷനിൽ ചെറുതായിട്ടൊരു കട്ട് മാർക്ക് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തെ ക്ലോത്ത് കട്ടാവാണ്ട് നോക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് ഫുള്ളായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ നൂലഴിഞ്ഞ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ചുറ്റിനും നമുക്കതൊന്ന് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നൈറ്റിയുടെ വള്ളി ഇടുന്ന ഭാഗവും അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഈ നൈറ്റിയുടെ നല്ല വശത്ത് നമ്മൾ യു ഷേപ്പിലൊരു വരയിട്ട് മാർജിൻ ഇട്ട് കൊടുത്തിരുന്നു. അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ വരയിട്ട് അതേ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്തും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അതൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കഫ്താൻ നൈറ്റിയുടെ സ്റ്റിച്ചിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഈ നൈറ്റിയുടെ നല്ല വശത്ത് വേണം നമ്മൾ ആ വരയിട്ട് മാർജിൻ കൊടുത്ത ആ വശത്ത് നമ്മൾ വരയിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ട് വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ നൈറ്റിയുടെ കൈ വരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇനി അതിന് ശേഷം താഴ്ഭാഗത്ത് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അതും ഒന്ന് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പീക്കോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ മെഷീനിൽ തന്നെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ ഞാനിത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നൈറ്റിക്ക് വള്ളി ഇട്ട് കൊടുക്കുന്ന. അപ്പോൾ നമ്മൾ തയ്ച്ചു വെച്ചിരുന്ന വള്ളി ഇതുപോലെ നമ്മളൊരു കട്ട് മാർക്ക് കൊടുത്തിരുന്നു സെൻറ്ററിൽ. അതിൽ കൂടി നമ്മൾ കടത്തിയിട്ട് നമ്മൾ ഈ വള്ളി ഇട്ടിട്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ ഷേപ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ്. ഇങ്ങനെ വള്ളി ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.